ഹായ് ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. സോ ബൈക്ക് സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ബൈക്ക് സർവീസിന് കൊടുത്തു. അത് കഴിഞ്ഞ് പോയി ഒരു സാധനം എടുത്തു. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ കാർ. എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫോണിൽ തന്നെ എടുക്കണേ. എൻ്റെ ഫോണിലാണ്. യാ, സോ ഈ കാർ എടുത്തിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ എന്തിനു വേണ്ടിയിട്ടില്ല? എന്തിനാ ഇപ്പൊ പറയണോ? പറ. So I'm participating in a cyclothon which is conducted by HCL. നാളെ സൺഡേ രാവിലെയാണ് കോമ്പറ്റീഷൻ. സോ സൈക്കിള് ഏകദേശം 150 കിലോമീറ്റേഴ്സ് ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന അടുത്തുനിന്ന്. അപ്പോൾ അവിടേക്ക് സൈക്കിളിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാർ എടുത്തത്. സോ കാറിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ബാക്കി പിന്നെ പറയാം. സോ ഹൗ ഇസ് ദ ഫീലിംഗ് രഘു? എനിക്ക് കുറച്ച് പേടിയുണ്ട്. എന്താ അറിയില്ല, ഇവിടുത്തെ ഭയങ്കര ട്രാഫിക് ഒക്കെ ഭയങ്കര സീനാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നല്ല നീറ്റാണ് ആൾക്കാരുടെ ഓടിക്കല്. ഇവിടെ ഭയങ്കര കെയർലെസ് ആണ്. അതിൻ്റെ ഒരു പേടിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. യെസ്, അങ്ങനെ കാറൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടു. അത് കഴിഞ്ഞ് സൈക്കിള് നാളെ കോമ്പറ്റീഷന് കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സ്നേഹമാണ് പിള്ളേർക്ക്. അങ്ങനെ രാവിലെ 2:30 ആയപ്പോൾ കാർ എടുത്ത് ഇറങ്ങി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 5:15 ആണ്. 5:15 ആകുമ്പോൾ അവിടെ എത്തണം. ആൻഡ് റേസ് വിൽ ബി സ്റ്റാർട്ടിങ് ബൈ 6:15. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ട്രാഫിക് വളരെ കുറവായിരുന്നു. പിന്നെ മാപ്പ് ഡയറക്ഷൻ പറഞ്ഞുതരാൻ രവി ഉണ്ടായിരുന്നു. സോ തിങ്സ് വെരി ഈസി. അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനിലെത്തി. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പാണ്. വായന്ന് പുക വരെ പോവും. അമ്മാതിരി തണുപ്പ് രാവിലെ 5:30. എൻ്റെ ആ ഒരു സൈക്ലിംഗ് ജേഴ്സി ഇട്ടിട്ട് എങ്ങനെ ഞാൻ ചവിട്ടുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ക്രൗഡ് കണ്ടപ്പോൾ ഇത്രയും സൈക്ലിംഗ് ക്രേസുള്ള ആൾക്കാരെ ഞാൻ ഒരുമിച്ച് ഇത്രയും വലിയൊരു ഇവൻ്റ് ആദ്യമായിട്ട് പങ്കെടുക്കണം. പിന്നെ അവരുടെ സൈക്കിളുകൾ, വില കൂടിയ സൈക്കിളുകൾ, അതൊക്കെ കാണാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇഷ്ടംപോലെ സൈക്ലിസ്റ്റുകൾ, അത് പ്രൊഫഷണൽ. അപ്പം ഈ ചേട്ടനൊക്കെ കണ്ടില്ലേ, ഒരു ഹർക്കുലി സൈക്കിളിലൊക്കെ വന്ന് പങ്കെടുക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഇൻട്രസ്റ്റാണ് ആ സംഭവത്തിനോട്. ഇതിന് പങ്കെടുക്കുക, അത് ഫിനിഷ് ചെയ്യുക, അതിനൊരു ഇൻട്രസ്റ്റ്. സോ എൻ്റെ ഈവൻ്റ് എന്ന് പറയുന്നത് ലൈക്ക് അമച്ചർ 48 കിലോമീറ്റർ റേസാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളതും ഈ ഒരു റേസിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈനപ്പായി. നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പങ്കെടുക്കാൻ പറ്റിയത് ഭാഗ്യം. കാരണം എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതിൽ ഹൈദരാബാദ് HCL പങ്കെടുക്കണം എന്നുള്ളത്. അങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്തു. വി സ്റ്റാർട്ടഡ്. ഫസ്റ്റൊക്കെ ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. ആൻഡ് റോഡ് വാസ് ഗുഡ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് 12 കിലോമീറ്റേഴ്സിൻ്റെ 4 ലാപ്പായിട്ടാണ്. സോ 12, 24, 36, 48 അങ്ങനെ 4 ലാപ്പായിട്ടായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് 2 ലാപ്പ് നല്ല സ്പീഡിലായിരുന്നു. 3rd ലാപ്പ് ആയപ്പോഴേക്കും ഞാൻ ടയർഡായി. അങ്ങനെ എൻ്റെ 3rd ലാപ്പിലാണ് ഈ സൈക്ലിസ്റ്റുകൾ, അതായത് എൻ്റെ അതേ ഗ്രൂപ്പിലുള്ള സൈക്ലിസ്റ്റുകളാണ് ഇവരുടെ ഫൈനൽ ലാപ്പ് ചെയ്യണം. സോ ഞാൻ ഫിനിഷ് ചെയ്ത ടൈമും അവരുടെ ടൈം ഏകദേശം മോർ ദാൻ 30-35 മിനിറ്റ്സിൻ്റെ വ്യത്യാസമുണ്ട്. സോ അവർ രക്ഷയില്ലാത്ത സ്പീഡിൽ പോകും. അവരുടെ സൈക്കിൾസ് ആയിക്കോട്ടെ, അവർ ദേ ആർ പ്രൊഫഷണൽ. സോ എൻ്റെ 4th ലാപ്പൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കാലൊക്കെ മസിൽസ്, തൈസ്, കാഫ് എല്ലാം ടൈറ്റായി തുടങ്ങി. സോ ഐ ഫിനിഷ്ഡ് അറ്റ് എ ഗുഡ് ടൈം ആൻഡ് ഐ ഗോട്ട് ദോസ് മെഡൽസ്, എവറിത്തിങ്. എനിക്ക് ആ സമയത്ത് എൻ്റെ ടൈം എത്രയെന്നൊന്നും അറിയില്ലായിരുന്നു. സോ ദേ പ്രൊവൈഡഡ് എവറിത്തിങ്. അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. ആൻഡ് അവിടെ വന്നു. ഈവൻ മസാജും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇഷ്ടം പോലെ സൈക്ലിസ്റ്റ് ഓൾ ഓവർ ദ ഇന്ത്യ. അവരെയൊക്കെ കാണാൻ പറ്റി. ഞാൻ സംസാരിച്ചില്ല, കാരണം രഘു പുറത്താണ് നിൽക്കേണ്ടായിരുന്നു. ദാറ്റ് വാസ് ലിറ്റിൽ ബിഗ് പ്രോബ്ലം. ബിക്കോസ് അവൾക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഈ കാണാൻ വന്നവർക്കൊന്നും അകത്ത് കയറാൻ പറ്റില്ല. ദാറ്റ് വാസ് എ പ്രോബ്ലം. സോ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. ലൈക്ക് എൻ്റെ ഈവൻറ്റ് കഴിഞ്ഞു. ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ചും കൂടി സൈക്കിളൊക്കെ കണ്ട മനസ്സ് മൊത്തം നിറഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നു. ഹായ്ടാ, ഞാൻ 2 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു, അറിയോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതിൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് 48 കിലോമീറ്റേഴ്സ് അറിയാത്ത സ്ഥലത്ത് ഹൈദരാബാദ്. അമ്മോ, നല്ല പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകളുണ്ടായിരുന്നു. അവരുടെ കൂടെ റേസ് ചെയ്യാൻ പറ്റി. ഒരു ലാബ് മാത്രം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവരെ കണ്ടില്ല. പിന്നെ
ഞാൻ ഈ ലാപ്പിലാവുമ്പോൾ അവർ അപ്പുറത്തെ ലാപ്പിലുണ്ടാവും. പക്ഷേ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആൻഡ് നല്ലൊരു ടൈമിൽ ഞാൻ ഫിനിഷ് ചെയ്തു. ടൈം എത്രയെന്ന് എനിക്ക് ഉറപ്പാണ്, 2 മണിക്കൂറിന് താഴെയാണ്. അതൊന്ന് നോക്കണം. എന്തൊക്കെ കിട്ടിയ ഈ മെഡലും? മെഡൽ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി അവിടെ മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റ് ആക്കേണ്ട വിചാരിച്ചു. നിനക്കൊക്കെ ചെയ്തിട്ട് സോ ഗൈസ്, ഞാൻ റേസ് ഫിനിഷ് ചെയ്ത് 1 മണിക്കൂർ 55 മിനിറ്റ് 46 സെക്കൻഡിലാണ് എൻ്റെ 48 കിലോമീറ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. സോ ഐ വുഡ് ഹവ് സ്പെൻഡ് ലൈക്ക് 4,000-5,000 റുപ്പീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഈവൻറ്റ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിന് എന്തിനാണ് ഇത്ര പൈസയൊക്കെ ചിലവാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രേസ് യു ആർ ഹാവിങ്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ചെയ്യുക. ആൻഡ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നമ്മളിഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. ആൻഡ് ഐ ഡിഡ് ഇറ്റ് ഫോർ മൈ സെൽഫ്. ആൻഡ് ഇതേ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. ആൻഡ് ഇത് ഞാൻ കുറേ കാലം മുന്നേ ആഗ്രഹിച്ച കാര്യമാണ്. അത് കുറേ തടസ്സങ്ങൾ ഇടയിൽ വന്നു, ബട്ട് സ്റ്റിൽ ഐ വാസ് ഏബിൾ ടു ഡു. താങ്ക് യു ഗോഡ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡോണ്ട് വറി അബൌട്ട് ദ റിസൾട്ട്. കാരണം ഇതിലൊക്കെ പങ്കെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക വിത്തൗട്ട് എനി പ്രോബ്ലംസ്, ദാറ്റ് സെൽഫ് ഇസ് എ ബിഗ് തിങ്. അപ്പോൾ ഗൈസ്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതായിരുന്നു വീഡിയോ. താങ്ക് യു HCL. താങ്ക് യു സോ മച്ച്.